ന്യൂസ് ചാനലിൻ്റെ മുഖാമുഖം പരിപാടിയിലേക്ക് പ്രിയപ്പെട്ട ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ എം തോമസിന് ആത്മാർത്ഥമായ സ്വാഗതം. ശ്രീ എം തോമസിൻ്റെ ജീവിതം പഠിക്കുമ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യം, അധ്യക്ഷ പദവികളിൽ നിന്ന് അധ്യക്ഷ പദവികളിലേക്കുള്ള ഒരു മാറ്റം, ഒരു സ്ഥാനക്കയറ്റമാണ് ഇതുവരെ ഉണ്ടായത്. പക്ഷെ ഇപ്പോഴത്തെ ഒരു സ്ഥാന ചലനം പുതിയൊരു പദവിയിലേക്കുള്ള ഉയർച്ചയല്ല കാണുന്നത്. ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് വിരമിക്കുമ്പോൾ മറ്റൊരു അധ്യക്ഷ പദവി അങ്ങയെ തേടി ഇരിക്കുന്നില്ല. അതിനെ എങ്ങനെയാണ് നോക്കുന്നത്? അങ്ങനെ സ്ഥിരമായിട്ട് അങ്ങനെയുള്ള അധ്യക്ഷ പദവി ഇരുന്നിട്ടില്ല. ഇടവേളയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം നമ്മൾ ജനങ്ങളുടെ ഇടയിലാണല്ലോ പ്രവർത്തിക്കുന്നത്. ജനങ്ങളുടെ ചിലപ്പോൾ സ്ഥാനമാനമില്ലാതെ തന്നെ നമുക്ക് പ്രവർത്തിക്കാൻ കഴിയും. അത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഈ മാറ്റം ഒരു വ്യക്തിപരമായിട്ടോ എനിക്ക് അതൊരു വലിയൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നില്ല. കേരള കോൺഗ്രസ് പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റ് എന്ന നിലയിൽ അധ്യക്ഷ പദവിയിലായിരുന്നു. മരങ്ങാട്ടുപള്ളി പഞ്ചായത്തിന്റെ പ്രസിഡന്റ് എന്ന നിലയിലും അധ്യക്ഷ പദവിയിലായിരുന്നു. സഹകരണ പ്രസ്ഥാനത്തിലും പ്രസിഡന്റ് എന്ന നിലയിൽ അധ്യക്ഷ പദവിയിലായിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തു നിന്നുള്ള മാറ്റം, ഒപ്പം സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള മാറ്റം, അവിടെ നിന്നുള്ളൊരു മാറ്റം പുതിയതായി വന്നത് ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്കാണ്. അധ്യക്ഷ പദവിയുടെ ഒരു തുടർച്ച, പക്ഷെ ഇനി ആ തുടർച്ച കാണുന്നില്ല. അതിപ്പോൾ നമ്മൾ ഇപ്പം നാളെ പറ്റി നമുക്ക് അങ്ങനെ ഒരു തീർത്ത് പറയാൻ സാധിക്കുകയല്ലോ. നമ്മൾ പൊതുപ്രവർത്തകൻ എന്ന് പറയുന്നത് ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുക, പ്രവർത്തനത്തിൻ്റെ അനുസരിച്ച് ജനങ്ങൾ അതുകൊണ്ട് എല്ലാ പൊതുപ്രവർത്തനത്തിൻ്റെ അർത്ഥം എല്ലാം അധ്യക്ഷ സ്ഥാനം വഹിക്കുക എന്നുള്ളതല്ല എന്നാണ് ഞാൻ കരുതുന്നത്. അധ്യക്ഷ സ്ഥാനത്തിരുന്നതിന് ശേഷം സാധാരണ ഒരു അംഗമായി മാറി നിൽക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടോ? ഇതിനു മുമ്പും ഞാൻ അംഗമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. 1995-2000 കാലഘട്ടങ്ങളിൽ ഞാൻ മരങ്ങാട്ടുപള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റായി പ്രവർത്തിക്കുകയാണ് ചെയ്തത്. അതിനുശേഷം 2000-2005 കാലഘട്ടത്തിൽ ഞാൻ മെമ്പറായിട്ടാണ് ഇവിടെ പ്രവർത്തിച്ചത്. അപ്പോൾ അങ്ങനെ ഉള്ള അനുഭവങ്ങൾ എനിക്കുണ്ട്. അതുപോലെ തന്നെ മരങ്ങാട്ടുപള്ളി സഹകരണ ബാങ്കിൽ 1982 മെമ്പറായിട്ട് ആദ്യമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. പൊതുരംഗത്തേക്ക് ആദ്യം കടന്നു വരുന്നത് മരങ്ങാട്ടുപള്ളി സർവീസ് സഹകരണ ബാങ്കിൻ്റെ ഡയറക്ടർ സ്ഥാനത്തിൽ കൂടിയാണ്. 10-13 വർഷം അവിടെ ആഗസ്റ്റാറിൻ്റെ കൂടെ ഡയറക്ടറായി പ്രവർത്തിച്ചതിന് ശേഷമാണ് ആഗസ്റ്റാർ ആ സ്ഥാനത്ത് നിന്ന് മാറിയപ്പോൾ എനിക്ക് പ്രസിഡന്റായി പ്രവർത്തിക്കാൻ അവസരം ലഭിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതിനോടകം തന്നെ പല മേഖലയിലും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലും മെമ്പറായിട്ടും പ്രസിഡന്റായിട്ടും പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ അതിന് കുറച്ചുകൂടെ ഒരു റോളും പോലിമയും കാണുന്നതുകൊണ്ടാണ്. പക്ഷെ മെമ്പറായതിനു ശേഷമാണ് പ്രസിഡന്റ് ആകുന്നത്. കേരള കോൺഗ്രസ് പാർട്ടിയിലുള്ള ധാരണ നീക്കുപോക്കുകൾക്ക് അനുസൃതമായാണ് ഇപ്പോഴത്തെ ഭരണസമിതി 2.5 വർഷം പിന്നിടുമ്പോൾ പ്രസിഡന്റ് സ്ഥാനം ഒഴിയേണ്ടി വരുന്നത്. രാഷ്ട്രീയത്തിൽ നിന്നും നമുക്ക് പ്രാദേശിക രാഷ്ട്രീയത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള പ്രധാന ഒരു കാര്യം എന്ന് പറയുന്നത്, മരങ്ങാട്ടുപള്ളിയിലെ പ്രാദേശിക രാഷ്ട്രീയത്തിൽ ചില നീക്കുപോക്കുകൾക്ക് ശേഷമാണ് ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന പദവി അങ്ങേക്ക് ലഭിക്കുന്നത്. അതിന്റെ ഒരു തുടർച്ച, മാറ്റം ഈ പ്രസിഡന്റ് സ്ഥാനം ഒഴിയുന്നതോടെ ഉണ്ടാകും. അതൊക്കെ പാർട്ടിയുടെ നേതൃത്വ തലത്തിൽ നടക്കേണ്ട കാര്യങ്ങളും ഒക്കെയാണ്. നാളെ എന്താണ് രാഷ്ട്രീയത്തിൽ എന്ന് നമുക്ക് നേരത്തെ മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയത്തില്ല. പ്രവചനാതീതമാണ് രാഷ്ട്രീയം എന്നുള്ളത് കൊണ്ട് തന്നെ ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള വലിയ ചുമതല പാർട്ടി ഏൽപ്പിക്കുമ്പോൾ മരങ്ങാട്ടുപള്ളി സഹകരണ ബാങ്ക് പ്രസിഡന്റ് എന്ന പദവി ത്യജിച്ചുകൊണ്ടാണ് പുതിയൊരു സ്ഥാനം അങ്ങേക്ക് പാർട്ടി അനുവദിച്ചു തന്നത്. തീർച്ചയായിട്ടും തിരിച്ചുപോക്ക് എന്നൊരു കാര്യം ഉണ്ടാവാനുള്ള സാധ്യത രാഷ്ട്രീയത്തിൽ കാണുന്നു. അത് അന്ന് പാർട്ടി ലീഡറും ബന്ധപ്പെട്ട ആളുകളുമായി ചർച്ച ചെയ്ത് ഒരു ധാരണയിലെത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ നടന്നിട്ടുള്ളത്. അപ്പോൾ ഇനിയുള്ള കാര്യങ്ങളും ഇതെല്ലാം ഒരു പാർട്ടി സംവിധാനത്തിൽ കൂടി ആയതുകൊണ്ട് അതൊക്കെ ചർച്ച ചെയ്ത് ഉചിതമായ തീരുമാനങ്ങൾ ഉചിതമായ സമയത്തെടുക്കും. ഉചിതമായ ഒരു തീരുമാനം ഇക്കാര്യത്തിൽ അങ്ങേക്ക് ഉണ്ടാകുമെന്ന ശുഭാപ്തി വിശ്വാസമാണുള്ളത്. എപ്പോഴും നമുക്ക് ശുഭാപ്തി വിശ്വാസിയാകണമല്ലോ ഏത് രംഗത്ത് പ്രവർത്തിക്കുന്ന ആളായാലും. പ്രത്യേകിച്ച് മറ്റൊരു രാഷ്ട്രീയ സാഹചര്യം കൂടി കടന്നു വരുന്നുണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം ഒഴിയുന്ന ഈ സമയത്ത് മരങ്ങാട്ടുപള്ളി സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങുക കൂടിയാണ്.
അതിന്റെ ഒരു നേതൃത്വം പാർട്ടി നേതാവ് എന്നതിനപ്പുറം പുതിയൊരു പ്രസിഡന്റായി സഹകാരികൾക്ക് അങ്ങനെ കാണാൻ കഴിയും. അല്ല, ഇപ്പൊ അത് അതിന്റെ സമയമായിട്ടില്ലല്ലോ. തെരഞ്ഞെടുപ്പ് കടന്നു വരിക. അപ്പൊ ആ സമയത്ത് ഇതെല്ലാം ഓരോ ചുമതലകൾ ഏൽപ്പിക്കുന്നത് നമ്മൾ പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണല്ലോ. അതിനെപ്പറ്റി തീരുമാനമെടുക്കാനും ഒക്കെയുള്ള പരിചയവും ദീർഘവീക്ഷണവും ഞങ്ങളുടെ രാഷ്ട്രീയ നേതൃത്വമുണ്ട്. കേരള കോൺഗ്രസ് പാർട്ടിയുടെ സർവാദരണീയനായ നേതാവ് എന്ന് നമുക്ക് അവകാശപ്പെടുകയും വിശേഷിപ്പിക്കുകയും ചെയ്യുന്ന മാണി സാറ് പലപ്പോഴും മരങ്ങാട്ടുകുടിയിലെ പ്രാദേശിക രാഷ്ട്രീയത്തിൽ അങ്ങേക്ക് അനുകൂലമായ, അങ്ങേക്ക് ഏറെ പ്രോത്സാഹനകരമായ തീരുമാനങ്ങളാണ് പലപ്പോഴും കൈക്കൊള്ളുന്നതെന്ന് അണികൾക്കിടയിൽ പോലും ഒരു ചർച്ചയുണ്ട്. അതിനെങ്ങനെയാണ്? അത് ഞാൻ 10-40 വർഷമായിട്ട് മാണി സാറിൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന ആളാണ്. സാറ് വളരെ നീതിബോധമുള്ള ആളാണ്, നിഷ്പക്ഷ ചിന്താഗതിക്കാരനാണ്. അതുപോലെ തന്നെ പാർട്ടിയിൽ വിശ്വസ്തയോടുകൂടി പ്രവർത്തിക്കുന്ന ആളുകളോട് താല്പര്യവും വിശ്വാസമുള്ള ആളാണ്. ആ നിലയിലായിരിക്കും സാറ് എന്നോട് താല്പര്യം കാണിക്കുന്നത്. ഒരു 4 പതിറ്റാണ്ടിലേറെ കാലമായി പൊതുരംഗത്തും ജനപ്രതിനിധിയായും പ്രവർത്തിക്കുന്നുണ്ട്. ഏതാണ് കൂടുതൽ സന്തോഷം? ജനപ്രതിനിധി എന്ന നിലയിലുള്ള സേവനമാണോ, അല്ലെങ്കിൽ ജനപ്രതിനിധി അല്ലാതിരിക്കുന്ന, അധികാരം കയ്യിലില്ലാതിരിക്കുന്ന സമയത്ത് പൊതുപ്രവർത്തനമാണോ? കൂടുതൽ ഏതാ സന്തോഷം നൽകുന്നത്? അത് രണ്ടും സംതൃപ്തി നൽകുന്ന കാര്യമാണ്. കൂടുതൽ സംതൃപ്തി ഏതാണ്? കൂടുതൽ എന്ന് പറയുന്നത് ജനങ്ങളുടെ പ്രവർത്തിക്കുന്ന ജനങ്ങൾ നൽകുന്ന സഹകരണവും സേവവും എപ്പോഴും ഊർജ്ജസ്വലത നൽകുന്നതാണ്. അപ്പോൾ ആ നിലയിൽ രണ്ടായിട്ട് കാണേണ്ട ആവശ്യമില്ല. ജനങ്ങളുടെ സ്നേഹവും സഹകരണവുമാണ് പ്രധാനമായിട്ടുള്ളത്. ജനകീയ ആസൂത്രണവും കേരള വികസനവും 2 ഭരണ പദ്ധതികളും പരിഷ്കാരങ്ങളും നേരിട്ട് നിർവഹിക്കുവാനും നിർവഹണം നടത്തുവാനും ഒക്കെ ഉള്ള അവസരം ലഭിച്ചിട്ടുണ്ട്. ഇത് ഏതാണ് കൂടുതൽ നന്നായിട്ട് തോന്നുന്നത്? ജനകീയ ആസൂത്രണം എന്നും കേരള വികസനം എന്നും പല പേരുകളിൽ ഒരേ കാര്യം തന്നെ ഇടത് വലത് മുന്നണി സർക്കാരുകൾ ഒരേപോലെ കൊണ്ടുവന്നു. ഏതാണ് കൂടുതൽ അനുയോജ്യമായിട്ട് തോന്നുന്നത്? അതിനകത്ത് ഇതിന്റെ തുടക്കം കുറിക്കുന്നത് 1997 കാലഘട്ടത്തിലാണ്. അത് EK നായനാർ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിലാണ് ജനകീയ ആസൂത്രണ പ്രവർത്തനങ്ങൾ കേരളത്തിൽ തുടക്കം കുറിച്ചത്. അത് വലിയൊരു വിപ്ലവകരമായ പരിപാടിയാണ്. നമ്മുടെ രാജ്യത്ത് ഈ കേരളം പോലെ ഇത്രയും ഈ രംഗത്ത് അധികാരവും സമ്പത്തും ആസൂത്രണ അധികാരവും ജനങ്ങൾക്ക് നൽകിക്കൊണ്ട് വിപ്ലവകരമായ ഒരു പരിപാടിക്ക് തുടക്കം കുറിച്ച ഒരു സംഭവമാണ്. മുൻപ് ഇങ്ങനെ ഒരു അനുഭവം നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ ആ നിലയിൽ അത് വലിയ മാറ്റം നമ്മുടെ കേരളത്തിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തുടക്കത്തിലും അതിനുശേഷം കേരള വികസന പദ്ധതി വന്നെങ്കിൽ പോലും 1997 കൊണ്ടുവന്ന ജനകീയ ആസൂത്രണ പ്രവർത്തനങ്ങൾക്ക് അതിൻ്റെ സ്പിരിറ്റിൽ നിന്ന് ഭരണമാറ്റം കൊണ്ട് മാറാൻ കഴിഞ്ഞിട്ടില്ല. 2 പദ്ധതികൾ ഒരേപോലെ തന്നെ മെച്ചമായിരുന്നു. നിർവഹണമാണ് യഥാർത്ഥത്തിൽ പ്രധാന കാര്യം എന്നൊരു കാഴ്ചപ്പാട്. ഉടുമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പദവിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ, ഏതാനും ദിവസം മാത്രമാണ് മുന്നിലുള്ളത്, ആ പദവിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ പിന്തിരിഞ്ഞ് നോട്ടം നടത്തിയാൽ ഏറ്റവും മനസ്സിൽ സ്പർശിച്ച ഒരു സംഭവം പ്രസിഡന്റ് എന്ന നിലയിലാണ്? അതിൽ ഏറ്റവും എനിക്ക് ഒരു സന്തോഷവും ചാരിതാർത്ഥ്യവും നൽകുന്നത് നമ്മുടെ IAY വീടുകൾ നൽകുന്ന കാര്യത്തിൽ വലിയ ഒരു നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞത് എനിക്ക് വലിയ സന്തോഷം പകരുന്നു, സംതൃപ്തി നൽകുന്നതാണ്. ഏതാണ്ട് 600 വീടുകൾക്ക് ധനസഹായം നൽകാൻ കഴിഞ്ഞിട്ടുണ്ട് സാധാരണക്കാരായ ആളുകൾക്ക്. ഇപ്പം നമ്മുടെ ഈ പ്രദേശത്തെ റോഡുകൾ, മെയിൻ റോഡിലൂടെ ഒക്കെ പോകുമ്പോൾ വലിയ കോടിക്കണക്കിന് രൂപ മുടക്കി പണിത കെട്ടിടങ്ങൾ നമുക്ക് കാണാൻ കഴിയുമെങ്കിലും ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ പോളിത്തീൻ വലിച്ച് വാസയോഗ്യമല്ലാത്ത വീടുകളായിട്ട് അതിൽ കഴിയുന്ന നിരവധി ആളുകൾ നമ്മുടെ ഈ ബ്ലോക്കത്തിൽ വിവിധ സ്ഥലങ്ങളുണ്ട്. അവരെ സംബന്ധിച്ചോളം ഒരു വീട് എന്ന് പറയുന്നത് അവരുടെ ഒരു സ്വപ്നത്തിലേക്ക്, അവരുടെ ഒരു ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞ 2-3 വർഷം കൊണ്ട് 600 പേർക്ക് ധനസഹായം കഴിയാൻ കഴിഞ്ഞത് വലിയ ചാരിതാർത്ഥ്യം, സന്തോഷമുണ്ട്.